മഞ്ചേരി നഗരസഭാ കൗൺസിലർ തലാപ്പിൽ അബ്ദുൾ ജലീലിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നഗരസഭാ പരിധിയിൽ യുഡിഎഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. ജലീലിന്റെ ഖബറടക്കം ഇന്ന് നടക്കും. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിലാണ് പയ്യനാട് വെച്ച് ജലീലിന് വെട്ടേറ്റത്. CB അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ അക്രമി സംഘത്തിലെ ഒരാളെ പിടികൂടി എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു ചിലർ കൂടി ഉണ്ടല്ലോ, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, 2 പ്രതികളാണ് ഈ കേസിൽ ഇതുവരെ ഉള്ളത് എന്നാണ് പോലീസ് തന്നെ വിശദമാക്കിയിട്ടുള്ളത്. അതിലെ 1-ാം പ്രതി മാജിദ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 2-ാം പ്രതി കൊച്ചുവിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായത്. വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കം. അതിനെ തുടർന്ന് ഈ 2 പേരും ജലീലും സുഹൃത്തുക്കളും തമ്മിൽ ഒരു വാക്കേറ്റവും തർക്കവും ഉണ്ടായി. അത് പ്രശ്നം സംസാരിച്ച് തീർത്ത് മുന്നോട്ട് പോകുന്ന വഴി വെച്ച് ഈ 2 പേർ ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. തലയ്ക്ക് ഇരുമ്പ് വടിയോ അതേപോലെ മൂർച്ചയുള്ള എന്തോ ആയുധം വെച്ചുള്ള അടിയായിരുന്നു. ജലീലും മറ്റുള്ളവരും റോഡിൽ വാഹനത്തിന് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. ബൈക്കിൽ വന്നവർ അടിച്ചിട്ട് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ ആഘാതം തന്നെ ഒരു അടിക്ക് ഉണ്ടായിരുന്നു. 24 മണിക്കൂർ പോലും അദ്ദേഹത്തിന് വെന്റിലേറ്ററിലായിട്ട് പോലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇന്നലെ 7 മണിയോടെയാണ് അദ്ദേഹത്തിന് മരണം സ്ഥിരീകരിച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളാണ് രാവിലെ പുരോഗമിക്കാനുള്ളത്. അതിനുശേഷം 1 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മഞ്ചേരി നഗരസഭാ പരിധിയിൽ UDFിൻ്റെ ഹർത്താൽ, അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊതുഗതാഗതത്തിന് തടസ്സമില്ല. കാരണം SSLC പരീക്ഷ അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ പൊതുഗതാഗതത്തിന് തടസ്സമില്ല എന്നും UDF നേതൃത്വം ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായത് ഇനി 2-ാം പ്രതിയെ, ഈ കേസിലെ 2-ാം പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ്. ഏറെ വൈകാതെ തന്നെ അയാളെ പിടികൂടുമെന്ന വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. കാരണം ഇയാളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി.